ദീപങ്ങളെല്ലാം കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നയിച്ചാലും എന്ന ONV കുറുപ്പിന്റെ വരി ഓർമ്മയുണ്ടോ? വിളക്കൊക്കെ ഊതിക്കെടുത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും വെളിച്ചം വെളിച്ചം വെളിക്കുന്ന മർത്യന്റെ നാദം. അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ. അപ്പൊ ഈ വയലെന്ന് പറയുന്നത് നമ്മളെ സ്വന്തമല്ല, ഇത് തലമുറകളായിട്ടുണ്ടായതാ. അവര് നട്ടപ്പോഴാണ് ഒരു പ്രശ്നം മുളക്കുവോ, മുളച്ചാൽ ഇത് പൂക്കുവോ, പൂത്താൽ ഇത് കായ്ക്കുവോ എന്നറിയാൻ ആദ്യമായി താമസാക്കി. ആദ്യമായി ഒരിടത്ത് നിന്നു അവൻ. സ്റ്റേബിലിറ്റി ഉണ്ടായി, സ്ഥിരതയുണ്ടായി, ഒരു സ്ഥാനമുണ്ടായി. ആ സ്ഥാനമാണ് പിന്നീട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും കസാക്കിസ്ഥാനും കുർദിസ്ഥാനും ഹിന്ദുസ്ഥാനും ഒക്കെയായി വളർന്നത്. സ്ഥാനമുണ്ടായപ്പോഴാണ്. ആ സ്ഥാനത്ത് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരയുണ്ടാക്കി, ചുള്ളിക്കമ്പുകൾ നിരത്തി ഇലകൾ കൊണ്ട് മേൽക്കൂരയുണ്ടാക്കി. മഴവെള്ളം ഒഴുകിയിട്ട് കിടന്ന ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നിടത്ത് മണ്ണ് വാരിക്കുട്ടി തറയുണ്ടാക്കി. ആ തറക്കുള്ളിലേക്ക് മറ്റു പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. എന്നിട്ട് അവിടെ അടുത്തിരുന്നപ്പോഴാണ്, അതുവരെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പരസ്പരം നോക്കിയിട്ടില്ല, അടുത്തിരുന്നപ്പോഴാ ഉടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലായത്. നാണം വന്നപ്പോ ഇലകൾ കൊണ്ട് നാണം മറച്ചു. ഇലകൾ ഉണങ്ങിപ്പോകുന്നു, കീറിപ്പോകുന്നു. കാട്ടുവള്ളികൾ മെടഞ്ഞുണ്ടാക്കിയിട്ട്, പിന്നീട് നൂലുകൾ മെടഞ്ഞുണ്ടാക്കിയിട്ട് ത്രികോണാകൃതിയിൽ ഒരു തുണി ഉണ്ടാക്കി, ഗുഹ്യഭാഗം മാത്രം മറക്കാൻ. അതാണ് ആദ്യത്തെ തുണി, കോണകം. 3 കോണിനകത്തായത് കൊണ്ട് കോണകം ത്രികോണാകൃതിയില. ആ ത്രികോണത്തിന്റെ ഷേപ്പ് മാറ്റാൻ ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തെ മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അണ്ടർവെയർ ത്രികോണാകൃതിയില. മനസ്സിലായോ? അന്നത്തെ ത്രികോണ. അങ്ങനെ വസ്ത്രമുണ്ടായി. അട്ടഹാസം പറഞ്ഞിരുന്നവൻ അടുത്തിരുന്നപ്പോ മെല്ലെ പറയാൻ തുടങ്ങി. ഒച്ച നാദമായപ്പോഴാണ് സംഗീതമുണ്ടായത്, കലയുണ്ടായത്. നാദമാണ് സംഗീതം. എന്താ? അട്ടഹാസ, ഒച്ച, ബഹളം. ഒച്ച എന്ന് പറഞ്ഞ ബഹളം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. അതിൽ നിന്ന് മാറിയിട്ട് അടുത്ത് മെല്ലെ പറയാൻ തുടങ്ങി. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ എന്ന് പാടി. ഒച്ച കുറച്ചു പാടി, സംഗീതമുണ്ടായി. ഉച്ചസ്ഥായി ശബ്ദം, കാട്ടാളന്റെ ഒച്ചയാ. നിഷാദം. നിഷാദം എന്ന് പറഞ്ഞാൽ എന്താ? സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. അതെന്നെ കുറവാക്കാൻ നോക്കുന്നതാണോ അല്ലെങ്കിൽ ആസ്വദിച്ചു നോക്കുന്നതാണോ? എന്താന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ. അപ്പോ സപ്തസ്വരങ്ങൾ ഉണ്ടായി. സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദം നിഷാദം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്ന് പറഞ്ഞിട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ നിഷാദത്തിലേക്ക് ഒരു പോക്കില്ലേ? സംഗീതം എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. അത് നിഷാദം. ആ കാട്ടാളന്റെ ഒച്ച അതിൽ നിന്നും എല്ലാം പറയാൻ തുടങ്ങിയപ്പോ സംഗീതമുണ്ടായി. ശബ്ദങ്ങളെ മാറ്റി മാറ്റി പറഞ്ഞു. വസ്ത്രം ധരിച്ചു, സംസ്കാരമുണ്ടായി. അപ്പൊ നട്ടത്, മുളച്ചത്, പൂത്തത്, കായ്ച്ചത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു. സ്നേഹമുണ്ടായി. പറിച്ചത് പങ്കുവെച്ച് കഴിച്ചു, സ്നേഹമുണ്ടായി. ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെച്ചു, സമ്പത്തുണ്ടായി. ഉണക്കി സൂക്ഷിച്ചു, അടുത്ത വിത്ത് സൂക്ഷിച്ചു. മനുഷ്യനുണ്ടായി, നാടുണ്ടായി. എങ്ങനെയാ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്? 5-6 ഘടകങ്ങളുണ്ടായി നാട്ടാളനാവാൻ. ഒന്ന്, ചിന്ത. എന്താണ്? ഗുരുവിന്റെ അകത്ത് മരമുണ്ടെന്നുള്ള ചിന്ത. നിങ്ങൾ നാട്ടാളനാവാൻ ഇത്രയും ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ചിന്തയുണ്ടോ? ചിന്ത വളരാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ പത്രം വായിക്കുകയോ, പുസ്തകം വായിക്കുകയോ, കവിത ചൊല്ലുകയോ, ലോകകാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്യാതെ തിന്നുക, കിടന്നുറങ്ങുക മാത്രമാണെങ്കിൽ നിങ്ങൾ മനുഷ്യരെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല. ചിന്തയാ വളർത്തേണ്ടത്. ചിന്തേന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടിട്ട് വളർത്തിയിട്ട് ഒരു കാര്യമുണ്ടോ? ചിന്താന്ന് എഴുതിയതിന്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിടുക, അത് വളർന്നിട്ട് കാര്യമുണ്ടോ? പണ്ടല്ല നമ്മുടെ നാട്ടിലെല്ലാം ബസ്സിന് 2 സീറ്റ് എടുത്തു ഭാഗത്തും 2 സീറ്റ് വലത്തു ഭാഗത്തുക. ആ 2 സീറ്റുമേലും മിക്ക സീറ്റുമേലും 3 ആൾ ഇരുന്നിട്ടാ പോവുക. ഒറ്റ ചന്തി ഉണ്ടി കയറ്റിട്ട് പോകും. കാരണം അന്ന് അത്രയും ആൾക്ക് ഭീതിയുള്ളൂ. ഇന്ന് അടുത്ത ഭാഗത്ത് 2 സീറ്റും വലത്ത് ഭാഗത്ത് 3 സീറ്റും ഉറങ്ങിപ്പോയിട്ടുണ്ട്. വീകാണ്ടിക്കാൻ ഒരു പിടിയുണ്ടാവും.
അല്ലേ? ആടെ എന്നെ പോലെ വാതുപ്പല കീരാൻ പറ്റിയ രണ്ടാൾ ഇരുന്നിട്ടുണ്ട്, മൂന്നാമത്തെ ആൾ ഇരിക്കണമെങ്കിൽ റേഡിയോയിൽ ബാറ്ററിയുടെ പോലെ ഉന്തിക്കേറ്റണ്ടേ? കാരണം ചിന്ത തളർന്നെങ്കിലും ചന്തി വീതിയായിട്ടുണ്ട് അല്ലേ? അത് വളർത്തിയിട്ട് കാര്യമുണ്ടോ? മനുഷ്യനാവോ? ചിന്തയാണ് വളരേണ്ടത്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ആ ആശയവിനിമയത്തിന്റെ വിസ്ഫോടനാത്മകമായ വികാസമാണ് മനുഷ്യന്റെ വികാസം. ആശയത്തിലൂടെ മനുഷ്യന്റെ മനസ്സ് വികസിപ്പിക്കാം. നിങ്ങള് കോഴിക്കോട് കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചാ പോവാൻ വേണ്ടി പെരുമണ്ണെന്ന് ഇടുന്ന് പോയിട്ട് ആദ്യത്തെ സ്റ്റോപ്പ് ഏതാ? അതിന്റെ അടുത്ത സ്റ്റോപ്പ് ഏതാ? അങ്ങനെ നോക്കി രാമനാട്ടുകാരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തെറ്റിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൂടെ പോയിട്ട് മേൽപ്പാലവും കടന്നിട്ട് മാർക്കറ്റിന്റെ നടുക്കൂട്ട കോഴിക്കോട് ബീച്ച് പോന്നു. അവിടെ കല്ലുകൊണ്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ കുഞ്ഞി തലേന്റെ ഉള്ളിൽ കോഴിക്കോടും കടൽ വരെ കൊണ്ടില്ലേ? നിങ്ങളെല്ലാവരും ഇപ്പൊ കോഴിക്കോട് കടൽ വരെ ഈ തലേന്റെ ഉള്ളിൽ കൊണ്ടില്ലേ? എന്താ, ഞാൻ നിങ്ങളെ ആരും കൊണ്ടുപോയില്ല. മനസ്സുകൊണ്ട് കോഴിക്കോട് വരെ വളർന്നു നിങ്ങളുടെ മനസ്സ്. കോഴിക്കോട് പോയി തിരിച്ചുങ്ങളിവിടെ എത്തിയില്ലേ? ഇത്ര വേഗത്തിൽ വിമാനത്തിന് പോയിട്ട് വരാനാവോ? ആ മനസ്സ് വികസിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെയാണ്. ആശയം, വാക്കുകളുണ്ടായി, സംഭാഷണങ്ങളുണ്ടായി. ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ശബ്ദത്തിൽ ഓരോന്നിനും ഓരോ ചിത്രങ്ങളും ഓരോ ശബ്ദങ്ങളുണ്ടായി. ആ ശബ്ദങ്ങൾ പിന്നീട് ശബ്ദങ്ങൾ മരിച്ചു വീഴുന്നത് കൊണ്ട് ചിത്രങ്ങളുണ്ടായി. ഞാനിപ്പോ പറഞ്ഞല്ല, അപ്പൊ തന്നെ മരിച്ചു വീഴല്ലേ. പിന്നീട് അത് നിലനിൽക്കണമെങ്കിൽ അക്ഷരങ്ങൾ വേണ്ടേ? അപ്പൊ ആ കാട്ടാളൻ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവൽ എന്തിനാവോ ഏതിനാവോ എന്ന് മലയാളമൊന്നും ഇല്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആശയമുണ്ട്. ആശയമാണ് ആദ്യം ഉണ്ടായത്, പിന്നെ വാക്കുണ്ടായത്. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് പ്രസവിക്കലില്ലേ? വേദന എന്നുള്ള വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദനയില്ലേ? ആദ്യം വേദനയുണ്ടായി, പിന്നെ വേദന എന്നുള്ള വാക്കുണ്ടായത്. അപ്പൊ ഇവൻ ചോദിച്ചു. അപ്പൊ പക്ഷി പറഞ്ഞു, നിനക്ക് നിന്റെ ആശയങ്ങൾ എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും എഴുതാനുള്ള തൂലികയാ ഞാൻ തന്നത്. ആ തൂലിക മഷിയിൽ മുക്കി എഴുത്. അപ്പൊ മഷി എവിടെ? കദളിച്ചെടി കാറ്റത്തിങ്ങനെ ഇലയിങ്ങനെ ആടുന്ന കണ്ടപ്പോ കാട്ടാള വിചാരിച്ചു എന്നെ വിളിച്ച നടത്തിയ നേരം കദളിച്ചെടി ഇവനോട് പറയാനായി തോന്നുക. എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ. മഷി കിട്ടി. എഴുതാൻ കടലാസ് വേണ്ടേ? പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത കിഴങ്ങിന്റെ തൊലി പൊളിക്കും പോലെ പലയട്ടി പൊളിച്ചെടുക്കാം. പൂതണക്ക് പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചിട്ട് അത് ഉണക്കിയിട്ട് എഴുതിക്കോ. അതിലാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം നാടകം എഴുതിയത്. പൂതണക്കിന്റെ തൊലിയില. സംസ്കൃതത്തിൽ അതിന് പറയാ ഊർജപത്രം എന്നാണ്, ഊർജവൃക്ഷം എന്നാണ് പൂതണക്കിന്റെ സംസ്കൃതം. അപ്പൊ ഊർജപത്രം കടലാസ് കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി. അടുത്ത ചോദ്യം എന്താ എഴുതണ്ടേ? ഇതാണ് ONV കുറുപ്പിന്റെ മനോഹരമായ കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വെക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അങ്ങനെ അക്ഷരങ്ങൾ ഉണ്ടായി. ആശയവിനിമയം, ചിന്ത, ആശയവിനിമയം. മൂന്നാമത്തത് അധ്വാനം. മണ്ണ് കിളച്ച് പണിയെടുത്തു. അധ്വാനമാണ് ഈ ലോകത്തെ മാറ്റിയത്. താജ്മഹൽ ഉണ്ടാക്കിയതാര്? ഏത് PSC ചോദ്യത്തിനും ഉത്തരം ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയായ മുംതാസിനോടുള്ള പ്രണയ കുടീരമായിട്ടുണ്ടാക്കിയതാണെന്നേ മറുപടിയുള്ളൂ. പക്ഷേ 27 വർഷം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ആ 27 വർഷത്തിനിടയിൽ ഈ ഷാജഹാൻ ചക്രവർത്തി ഒരു മാർബിളിന്റെ കഷ്ണം ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറം കൊടുത്ത ബന്ധമുണ്ടാ? ഇല്ല. 19,000 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ, അപകടത്തിലും പകർച്ചവ്യാധിയിലും. അവരുടെ അധ്വാനത്തിന്റെ മൂല്യമാണ് താജ്മഹൽ. കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും പൈസക്കാരനായ ദൈവം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ B നിലവറയിൽ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ
പവിഴവും രത്നവും ഗോമേതവും വൈഡൂര്യവും സ്വർണവും സൂക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്വർണം ദൈവം പോയിട്ട് എടുത്തുകൊണ്ടുവന്നാണോ? ഏതെങ്കിലും സ്വർണം രാജാവ് ഉണ്ടാക്കിയതാണോ? കടലിന്റെ ആഴങ്ങളിലെ കൂളിയിട്ട മത്സ്യത്തൊഴിലാളികൾ പവിഴപ്പുറ്റുകൾ അടർത്തിക്കൊണ്ടുവന്ന പവിഴമാണ്. പാറക്കെട്ടുകൾ അടിച്ചു പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് തൊഴിലാളികൾ ഉണ്ടാക്കിയ രത്നമാണ്. അല്ലാതെ ഒരു രാജാവും പോയിട്ടുണ്ടാക്കിയതല്ല.